യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. ക്ഷമിക്കൂ വൈക, പ്ലീസ്. അങ്ങോട്ട് വെളിയിൽ പോയിറങ്ങി. നോക്ക്, ഇനി നിന്റെ വിരൽ എന്റെ ദേഹത്തെ സ്പർശിച്ച ചെരിപ്പൂരി ഞാൻ അടിക്കും. ഈ വൈകിയാ പറയുന്നത്. ഇറങ്ങി പോടാ. എന്നോട് ഇങ്ങനൊന്നും പറയല്ലേ വൈക. നിന്നെ ഞാൻ അത്രയ്ക്ക് സ്നേഹിക്കുന്നുണ്ട്. എന്റെ പ്രാണനേക്കാളും വലുതായിട്ട് ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട്. താനീ പറഞ്ഞ സത്യമാണോ? അത്രയ്ക്ക് സ്നേഹം ഇപ്പോഴും ഉണ്ടോ തനിക്ക് എന്നോട്? ഉണ്ടെങ്കിൽ ഒരു ഉപകാരം ചെയ്തു തരണം. എന്റെ കൺമുന്നിൽ നിന്ന് പോയി തരണം. വൈക, എന്താ ഇത്? മോളെ, നമ്മുടെ കുഞ്ഞ്. നമ്മുടെ കുഞ്ഞോ? ചെരുപ്പൂരി അടിക്കും തന്നെ ഞാൻ. എന്നതാ കേട്ടോ? അതെന്റെ കുഞ്ഞ, എന്റെ മാത്രം കുഞ്ഞ്. നീ എന്റെ കുഞ്ഞിന്റെ അച്ഛനാവണമെങ്കിൽ അത് ഞാൻ പറയണം. ഇനി എന്നെ കൊണ്ടത് പറയിക്കരുത്. ഇറങ്ങിപ്പോ. വൈക, നീ ഇല്ലെങ്കിൽ ഞാൻ ചത്തുപോകും മോളെ. നീ ഇല്ലാതെ ഞാൻ ജീവിച്ചിരുന്നിട്ട് എന്താ മോളെ കാര്യം? സത്യം, ഇതുവരെ താൻ പറഞ്ഞതിൽ ശരിയായ ഒരു കാര്യം ഇപ്പൊ പറഞ്ഞതാ. താൻ പോയി ചാകടോ, അതാ നല്ലത്. അതുകൂടി എനിക്കൊന്ന് ചെയ്ത് തരാമോ തനിക്ക്? ചത്ത് തൊലയാമോ തനിക്കൊന്ന്? അത് ചെയ്ത അത് തന്നെയായിരിക്കും തനിക്ക് ലോകത്തോട് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല കാര്യം. താനൊന്ന് ചത്തൊഴിഞ്ഞ് താടോ, പോയി എവിടെയെങ്കിലും തൊലയിടോ. വൈക പറഞ്ഞ കേട്ടില്ലേ? പോയി എന്താന്ന് വെച്ചാ ചെയ്. ഓടോ. എന്താ വൈക നീ കാണിക്കുന്നത്? നിർത്ത്, കരച്ചിൽ നിർത്താൻ.
നീ കുഞ്ഞിനെ എടുക്ക്. കുഞ്ഞിനെ താ. കുഞ്ഞിനെ തരാനല്ലേ പറഞ്ഞേ? ഇങ്ങെടുക്ക്. ഇനിയിപ്പോ കരഞ്ഞിട്ട് ഒരു കാര്യമില്ല. പലവട്ടം പറയാവുന്ന രീതിയിലൊക്കെ നിന്നോട് ഞാൻ പറഞ്ഞതാ. നീ മനസ്സിലാക്കാതെ പോയത് ഞങ്ങളുടെ ആരും തെറ്റല്ല, നിന്റെ മാത്രം തെറ്റാ. ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല. എന്റെ വിധി ഏതല്ല, ഞാനത് സഹിച്ചല്ലേ പറ്റൂ. പിന്നെ എന്തിനാ കരയുന്നേ? ഒന്നാമത് കുഞ്ഞിന് സുഖമില്ല, വെറുതെ അതിനെ കൂടെ കരയിപ്പിക്കരുത്. നിനക്കൊന്ന് കരയാതിരിക്കാമോ? എനിക്ക് കരയാനുള്ളൊരു സ്വാതന്ത്ര്യം ഇല്ലേ? ഒന്നെന്ന് പറഞ്ഞത് കേട്ടില്ലേ? അയാളോട് ക്ഷമിക്കണമെന്ന്. ക്ഷമിക്കാൻ പറ്റിയ തെറ്റാണല്ലോ അയാൾ എന്നോട് ചെയ്തത്, അല്ലേ? നീ തന്നെ ആലോചിച്ച് നോക്ക്. ഈ ലോകത്ത് എനിക്കൊരു ജീവിതം തന്നെ എന്റെ അമ്മയേക്കാൾ സ്നേഹിച്ചത് അവനെയല്ലേ? ഞാൻ അവന് വേണ്ടിയല്ലേ എന്റെ അമ്മയോട് പോരടിച്ചത്? അമ്മ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയപ്പോ പോലും എന്റെ കണ്ണൊന്നും നനയാതിരുന്നത് അവനോടുള്ള സ്നേഹം കൊണ്ടല്ലേ? എന്നിട്ട് 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 ഞാൻ ആരായി? ഞാൻ ഈ ലോകത്തെ തന്നെ ഏറ്റവും വലിയ പൊട്ടിയായി, വിഡ്ഢിയായ പെണ്ണായി, അല്ലേ? എന്നിട്ട് വന്നിരിക്കുന്നു മോപ്പപേക്ഷിക്കാൻ. വൈഗ പ്ലീസ്, കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. ഇനി അതും പറഞ്ഞ് സങ്കടപ്പെടാൻ നോക്കരുത്. സങ്കടമല്ല ശ്രീത്, എനിക്ക് എന്നോട് തന്നെ വെറുപ്പ് തോന്നുക. കൂടെ കിടന്നവനെ കുറിച്ച് ചുറ്റുമുള്ളവര് മുഴുവൻ മനസ്സിലാക്കിയിട്ടും എനിക്ക് മാത്രം അവനെ മനസ്സിലാക്കാൻ പറ്റിയില്ലല്ലോ. ഞാൻ അത്രയ്ക്കൊരു വിഡ്ഢിയാണോ ശ്രീ? വിഡ്ഢി തന്നെയാ. സ്നേഹിക്കുന്ന ആളെ അറിഞ്ഞുകൊണ്ട് മനുഷ്യന് ചതിക്കാൻ പറ്റുമെന്ന് മനസ്സിലാക്കാതെ പോയ പമ്പര വിഡ്ഢിയാ ഞാൻ.